നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടി മരണവുമായി മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈശ്വര, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? കുട്ടി കിടന്നോളൂ, എഴുന്നേക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അല്ല, ഞാനിത് എവിടെയാ? എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേ ഇയാളാ. അമ്മോ, ക്ഷേത്രത്തിനകത്ത് വെച്ച് തലചുറ്റി വീണത് മറന്നോ? അപ്പൊ തന്നെ ഞാൻ അമ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് പോണം. കുട്ടി എന്തായി കാണിക്കുന്നത്? ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അമ്മോ, അവര് പറയുന്ന അനുസരിക്കേ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കണ്ട. ഒന്ന് കിടക്ക പ്ലീസ്. ഡോക്ടർ, പേഷ്യന്റ് പോണോന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ആദ്യം പേഷ്യന്റിനെ പിടിച്ച് കിടത്തു. കുട്ടി കിടക്ക്. ഇല്ല, കിടക്ക്. വിടാനില്ല നിങ്ങളോട് പറഞ്ഞ. അമ്മോ, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഡോക്ടർ പറയുന്നൊന്ന് കേക്ക്. ആര് പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാനൊരു സ്ഥലത്ത് പോവാൻ ഇറങ്ങിയതാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ശരി, വിട്ടയക്കാം. ആദ്യം ഒന്ന് റിലാക്സ് ആവൂ. ഡോക്ടർ, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതിനെന്താ, ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ? ലക്ഷ്മിക്ക് തലചുറ്റൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നിങ്ങളുടെ അറിവിൽ ആദ്യം ഉണ്ടായതാണോ? എനിക്കറിയില്ല ഡോക്ടർ. ലക്ഷ്മിയുമായി പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് കരുതി പറയാതിരിക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോകാം. എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി തരണം. ടെൻഷൻ ഉണ്ടാവുമ്പോ തലചുറ്റൽ വരുന്നതാകാം. എങ്കിലും ലക്ഷ്മിക്ക് ഇത് എത്രാമത്തെ തവണയാ തലകറക്കം വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറ. ഇപ്പൊ ട്രീറ്റ്മെന്റിനൊന്നും നിൽക്കണ്ട. തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ പിന്നീട് എന്നെ വന്ന് കണ്ടാ മതി. ഇപ്പൊ പൊയ്ക്കൊള്ളാൻ പറഞ്ഞതല്ലേ? മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ബോധം തിരിച്ചു വരുമ്പോ തലവേദന അനുഭവപ്പെടാറുണ്ടോ? ശിരസ് പൊട്ടിപ്പിളരുന്നത് പോലെയുള്ള പെയിൻ? എനിക്ക് പോണം, എന്നെ ഒന്ന് വിട്. എവിടേക്കാ ഇത്ര തിടുക്കം കാട്ടി പോകുന്നത്? ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തത്തിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. ശരി, ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. ആ, ഡിസ്ചാർജ് ചെയ്തേക്കൂ. നിങ്ങളൊന്ന് വരൂ. പേഷ്യന്റ് ആരാ നിങ്ങൾ? ഞാൻ അവരുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾ അവളുടെ ബന്ധുക്കളോട് ഗൗരവമായി ഈ വിഷയം സംസാരിക്കണം. അടിക്കടി തലചുറ്റി വീഴുന്നത് നിസ്സാരമായി കണ്ടുകളയരുത്. എത്രയും വേഗം ഒരു MRI സ്കാൻ എടുക്കേണ്ടതുണ്ട്. അതിനുപേക്ഷ വിചാരിക്കരുത്. ഞാൻ അവരുടെ റിലേറ്റീവ്സിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാം. ഈ വിഷയം ലാഘവത്തോടെ തള്ളിക്കളഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതവരോട് പറഞ്ഞേക്ക്. ഫോട്ടോഗ്രാഫർ വരട്ടെ എന്ന് ചോദിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയേ. എല്ലാം കഴിഞ്ഞു മതി അവരെ കയറ്റിവിടാൻ. ഞാനിപ്പോ വരാവേ. ഇത് ഓക്കെ അല്ലേ? മതി മതി. മോളെ ഒന്ന് കാണാൻ വന്നതാ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞെന്നാ ഞാൻ കരുതിയേ. കവിതയ്ക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. കവിത അപ്പച്ചേ ഞാൻ അന്വേഷിച്ചതാ. ആളിവിടെ ഉണ്ടെന്ന് മല്ലികാന്റി പറഞ്ഞു. എന്നിട്ട് പുറത്ത് കണ്ടതുമില്ലല്ലോ. വൈകുന്നേരം മുതൽ തുടങ്ങിയ തലവേദനയാ.
രാത്രിയാ തലയൊന്ന് ഉയർത്തിയത്. നിന്റെ ചുവടുമാറ്റം എനിക്കറിയാം കവിതേ. കൂടെ നിൽക്കാനല്ല, മുന്നിൽ നിൽക്കാനാ നീ ശ്രമിക്കുന്നത്. നിന്റെ സ്ഥാനം ദക്ഷയ്ക്ക് ഒരു ചുവട് പിന്നിൽ മതി. അല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഏയ്, ഇത് മൈഗ്രെയിന്റെ ആണ്, ഉറക്കത്തിന്റെ കുറവുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ ഒരു മുൻവിധി വെക്കരുത്. രോഗമറിഞ്ഞ് ചികിത്സിക്കുന്നതല്ലേ ബുദ്ധി. അസുഖം മറ്റൊന്നാണെങ്കിൽ എന്തിനു വേദന സഹിക്കണം? ഒന്ന് സ്കാൻ ചെയ്യണം. കണ്ണിന്റെ മുകളിൽ കുറച്ച് തടിപ്പും കാണുന്നുണ്ട്. ആ, സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു അപ്പച്ചി. ഈ ഭാഗത്ത് ഷെയ്ഡ് ഒന്ന് മാറ്റണം. അത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയാം. ആക്ച്വലി ജുവൽസ് ഇത് മതിയോ ഗൗരി? ആ, ഞാൻ പറഞ്ഞതാ, അവക്ക് ഇത് മതിയെന്നാ പറയുന്നത്. എല്ലാം വാരി വലിച്ചിടുന്നത് ബോറാവില്ലേ അപ്പച്ചി? എനിക്ക് ഇത്രയൊക്കെ മതി. മോള് പറയുന്നത് ശരി തന്നെയാ. പക്ഷെ മകളെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുകയറുന്ന ഡാഡിക്കും അമ്മയ്ക്കും ചില സ്വപ്നങ്ങളൊക്കെ കാണില്ലേ? പൊന്നിൽ പൊതിഞ്ഞ് മോളെ ഇറക്കണമെന്നല്ലേ? ആ സ്വപ്നം രണ്ടുപേരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ആ സ്വപ്നം മാത്രമല്ല മോളെ, നിന്റെ മമ്മിയുടെ എല്ലാ സ്വപ്നങ്ങളും മനസ്സിൽ കെട്ടടങ്ങും. സഞ്ജുവും അതൊന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. വിവാഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഞാൻ സഞ്ജുവിനെ വിളിച്ച് എല്ലാം പറയാറുണ്ട്. വലിയ അഭിപ്രായ പ്രകടനമൊന്നുമില്ല, എങ്കിലും കേട്ടോളൂ. കേട്ടല്ലേ പറ്റൂ. സഞ്ജുവിന് ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്, അത് മാറിക്കോളും. അവന്റെ മനസ്സ് അവളിലേക്ക് ചാഞ്ഞു തുടങ്ങിയെന്നെന്റെ സംശയം ശരി തന്നെ. ആ ദേ മമ്മി, ഡാഡിയുടെ കോളാ. ആ, ഞാൻ മോളുടെ അടുത്ത. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ, കവിത ഇവിടെ ഉണ്ടാവില്ലേ? വർമ്മ സാർ അങ്ങോട്ട് വിളിക്കുക. ഗൗരി ചെല്ലേ, ഞാനിവിടെ ഉണ്ടാകും. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട് മോളെ. നിന്റെ മമ്മി തന്നെയാ നിനക്ക് ഈ ദുർവിധി വാങ്ങിത്തന്നത്. ഞാനിതിൽ തീർത്തും നിരപരാധിയാ. താലികെട്ട് കഴിഞ്ഞ ഉടൻ വിധവയാവാനാ നിന്റെ യോഗം. പലരുടെയും ചോര ഒഴുകി അവസാനിക്കേണ്ട ഒരു യുദ്ധക്കളത്തിൽ നീ വന്നു പെട്ടുപോയതിന് എനിക്കെന്ത് ചെയ്യാനാവും? അപ്പച്ചോട് നീ ക്ഷമിക്കേ. നിനക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്. അപ്പച്ചിക്ക് ആകെയുള്ളത് ഈ ജീവിതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.